കോഴിക്കോട് നഗരത്തിലെ സ്ഥിതി എന്താണ്? ദീപക്, ഗുഡ് മോർണിംഗ്. അവിടെ കാര്യമായി മഴ പെയ്യുന്നുണ്ടോ? കാറ്റിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? എസ് കെ എൻ, കോഴിക്കോട് നഗരത്തിൽ വെരി ഗുഡ് മോർണിംഗ്. കോഴിക്കോട് നഗരത്തിൽ ഇപ്പോൾ മഴ മാറിയിരിക്കുകയാണ്. പക്ഷേ ഇത്രയും നേരം ശക്തമായ മഴയായിരുന്നു കോഴിക്കോട് ജില്ലയിൽ പലയിടങ്ങളിലും, പ്രത്യേകിച്ച് നഗരത്തിൽ ഇന്നലെ രാത്രിയും കനത്ത മഴ പെയ്തു. പൊതുവിൽ മലബാറിലെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട് ഇത്രയും ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മലബാറിൽ തീരപ്രദേശങ്ങൾ കൂടുതലുള്ളതാണ്. മത്സ്യത്തൊഴിലാളികൾ കനത്ത ജാഗ്രതയിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം കേരള തീരത്ത് ബംഗാളിലെ സമുദ്രത്തിലുണ്ടായ ഒരു പാത്തി ന്യൂനമർദ്ദം, ആ ന്യൂനമർദ്ദത്തെ തുടർന്ന് കേരള തീരത്ത് ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കടലാക്രമണം, അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള കടൽ പ്രക്ഷുബ്ധമാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്ന് സമുദ്ര ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നു. മറ്റൊരു പ്രധാന കാര്യം കാറ്റിൻ്റെ വേഗതയാണ്. വലിയ രീതിയിലുള്ള കാറ്റ് രൂപപ്പെടും. 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ അത്തരം അപകട മേഖലയിലുള്ളവർ, എസ് കെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ മരങ്ങളും മറ്റുമുള്ള സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ അകലം പാലിക്കാൻ തയ്യാറാകണം. മലയോര മേഖലയിലും സമുദ്ര മേഖലയിലും കടലോര മേഖലയിലും ജാഗ്രത തുടരേണ്ടതുണ്ട് എന്നുള്ളതാണ് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. എസ് കെ. ഓക്കെ, ദീപക് ധർമ്മമാണ് വിവരങ്ങൾ നൽകിയത്. ഇനി